ദൈവനാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമ്മുടെ പ്രത്യേകമായ പഠന പരമ്പരയാണ് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ. ഈ പഠന പരമ്പരയുടെ 83-ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. 83-ാമത്തെ അവതരണം. നാം കഴിഞ്ഞ അവതരണത്തിൽ ബൈബിൾ വ്യാഖ്യാനം, എങ്ങനെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം വ്യാഖ്യാനിക്കേണ്ടത് എന്ന വിഷയ പഠനം ആരംഭിച്ചു. അതിൻ്റെ ആമുഖം കുറച്ച് ബുദ്ധിമുട്ടുള്ള അവതരണമാണ്. അതുകൊണ്ട് അതിലെ പ്രധാനമായ ചിന്തകൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഭൂമുഖത്ത് അനേകം മനുഷ്യർ, ദൈവവിശ്വാസികളെന്നും ബൈബിൾ കൈകാര്യം ചെയ്യുന്നതായ അനേകം മനുഷ്യർ അവരുടെ ചിന്താഗതികളും വിശ്വാസവും സ്വഭാവവും തീരുമാനവും ഒക്കെ ന്യായീകരിക്കുന്നതിന്, അതിന് പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്നു. അത് തെറ്റായ രീതിയാണ്. ഒരു വിധത്തിൽ നമ്മൾ അന്വേഷിച്ചാൽ കാണാൻ കഴിയും, ഇന്ന് ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ എന്ന് പോകുന്ന സഭകളിൽ കടന്നു പോകുന്ന ഭൂരിപക്ഷം പേരും ദൈവവചനം ശരിയായ വിധത്തിൽ പഠിക്കുന്നില്ല. ദൈവം തൻ്റെ വിശുദ്ധ ഗ്രന്ഥം മനുഷ്യകുലത്തിന് നൽകിയത് സാധാരണ മനുഷ്യർക്കാണ്. അല്ലാതെ സർവജ്ഞാനികളായ, ശാസ്ത്രിമാരായ, ഉന്നത വിദ്യാഭ്യാസം നേടിയവർക്ക് വേണ്ടിയല്ല. അവർക്കത് ഉപയോഗിക്കാം. പക്ഷേ സാധാരണ മനുഷ്യരോടാണ് ദൈവം ഇടപെട്ടത്. പക്ഷേ ആ മനുഷ്യർക്ക് ദൈവനിർദ്ദേശവും പരിപാലനവും ആഗ്രഹിക്കുന്നവരായിരിക്കണം. അതാണ് പ്രധാനം. എത്ര വിദ്യാഭ്യാസമുണ്ടെന്നല്ല, ഏത് കുലത്തിൽ ജനിച്ചുവെന്നോ, എത്ര സമ്പന്നതയുണ്ടെന്നോ, പ്രാഗൽഭ്യം സ്വാധീനമുണ്ടെന്നോ അല്ല. ദൈവം എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കണം. അതിനുള്ള ദാഹം, വിശപ്പുണ്ടാകണം. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ഗിരിപ്രഭാഷത്തെ പറഞ്ഞത് അത് തന്നെയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ, ദൈവവചനത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നാം തുറന്ന ഹൃദയമുള്ളവരായിരിക്കണം. ദൈവഹിതം, ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്, ഒരു ഹിതമുണ്ട് എല്ലാത്തിനെക്കുറിച്ച്, നമ്മെക്കുറിച്ച്. ആ ഹിതം അന്വേഷിക്കുന്നവരായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു ലോകരക്ഷകനായി കടന്നു വന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി. താനൊരു മഹാപുരോഹിതനെ പോലെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും, കാരണം അപ്പോസ്തലന്മാരുടെ പ്രസംഗത്താൽ തന്നിൽ വിശ്വസിക്കാനിരിക്കുന്ന ഭാവിയെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയെ കണ്ടുകൊണ്ട്, ആത്മീയഗോളത്തിൻ്റെ, അവരെല്ലാവരും ഒന്നാകേണ്ടത് എന്നാണ് പ്രാർത്ഥിച്ചത്. ഈ ഒന്നാകുന്നത് എങ്ങനെയാണ്? ഒരേ യൂണിഫോം ധരിച്ചിട്ടല്ല, ദൈവവചനത്തിൻ്റെ ഒരേ പരിജ്ഞാനത്തിൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ഒരുപോലെ പ്രാപിക്കുന്നതിൽ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കൊണ്ടു നടക്കുന്നവർ, വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളും ചിന്താഗതികളും കൊണ്ടു നടക്കുന്നവർ ഒരിടത്ത് ഒരുമിച്ചിരുന്നാൽ അത് ഐക്യതയല്ല. കർത്താവ് ആഗ്രഹിച്ച ഐക്യത, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവവചനം ഒരുപോലെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ക്രിസ്തീയ ലോകം എന്താണ്? അപമാനകരമാണ്, ദുഃഖമാണ്, കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് വിഘാതമാണ്. കാരണം അനേകം ആൾക്കാർ അവർ കൊണ്ടുകിടക്കുന്ന വിശ്വാസം വചനപ്രകാരമുള്ളതല്ല. ക്രിസ്ത്യാനിത്വം വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അവിശ്വാസികളുടെ ലോകത്തിന് അപമാനകരമാണ്. അവർ പുച്ഛിക്കുകയാണ്, കളിയാക്കുകയാണ്. വിശ്വാസികളെന്ന് പറയുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് പൊതുവിലുള്ള ലോകം, പുറമേയുള്ള ലോകം ഒരു കളിയാക്കുകയും അപമാനിക്കുകയും കർത്താവിനെ മനസ്സിലാക്കാൻ കഴിയാതെ അകന്നു പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ വചനത്തിൽ വെളിപ്പെടുത്തിയ അടിസ്ഥാന സത്യങ്ങൾ മനുഷ്യർ ഒരുപോലെ മനസ്സിലാക്കണം. മനുഷ്യർ ഒരുപോലെ മനസ്സിലാക്കണം. അത് സാധ്യമാണ്. അത് സാധ്യമാണ്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് ക്രിസ്തു പറഞ്ഞത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒരുപോലെ കഴിയും. പക്ഷെ നമ്മുടെ സമീപനം ശരിയായിരിക്കണം. നമുക്ക് ആഗ്രഹമുണ്ടാകണം. ദൈവം പറയുന്നത് കേൾക്കാനുള്ള ഒരുക്കമുണ്ടാകണം. ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തിയപ്പോൾ അതൊരിക്കലും വിശ്വാസികൾ വിഭജിച്ചു പോകാൻ വേണ്ടിയല്ല. വിശ്വാസികൾ വിഭജിക്കപ്പെടുന്ന വിധത്തിലുള്ളതല്ല തൻ്റെ വെളിപ്പെടുത്തൽ. അത് മനുഷ്യർ സൃഷ്ടിച്ചതാണ് വിഭജനം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങൾ തള്ളിക്കളയുകയോ ചോദ്യം ചെയ്യുകയോ അതിലേക്ക് മാനുഷിക വ്യാഖ്യാനങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ക്രിസ്തീയകുലത്തിൽ കാണുന്ന വിഭജിക്കപ്പെട്ട അവസ്ഥ. നമുക്ക് ഒരു സഭയിൽ നിന്ന്, ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞ് വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ സഭയെ ഉപദ്രവിച്ച് വേദനിപ്പിച്ച് മറ്റിടത്ത് പോയി ഒരു കൂട്ടായ്മ ആരംഭിക്കും.
അത് ദൈവവചനപ്രകാരമുള്ളതല്ല. പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് വേണ്ടത്. അനേകം ആൾക്കാർ അവിടെ ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് സത്യത്തേക്കാൾ വില കൊടുക്കുന്നത്. നേരെ മറിച്ച് ക്രിസ്തീയ ഗോളത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ, ദൈവ മക്കളെന്ന് പറയുന്നവരുടെ നടുവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നത രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് പാപമാണ്. ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപകരമായ പ്രവൃത്തിയാണ്. അതിൻ്റെ പിന്നിൽ മനോഭാവങ്ങളുടെ പിശകാണ്, സമീപനങ്ങളുടെ പിഴവാണ്, വ്യക്തിമഹത്വത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തിയത് ദൈവജനത്തിന് ഭിന്നത ഉളവാക്കുന്ന തരത്തിലല്ല. നമ്മുടെ പഠനത്തിൽ നാം കാണേണ്ടത്, നമ്മൾ ആമുഖ പഠനത്തിൽ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ടായിരിക്കും 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന വിധത്തിലാണ് ബൈബിൾ പഠിക്കേണ്ടത് എന്ന ബൈബിൾ പഠന പദ്ധതി വചനത്തിൽ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വേണം പഠിക്കാൻ, ഈ 8 പാഠങ്ങളിലൂടെ പഠിക്കണം, അല്ലെങ്കിൽ 16 പാഠങ്ങളിലൂടെ പഠിക്കണം, ഇതാണ് അതിൻ്റെ മെത്തേഡ്, ക്രമം എന്ന് വചനത്തിൽ പറയുന്നില്ല. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനത്തിന് ഒരു ക്രമം ആരും സൃഷ്ടിച്ച് അതിനെ അടിച്ചേൽപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യരുത്. നിർദ്ദേശങ്ങൾ കൊടുക്കാം. ബൈബിൾ നൽകപ്പെട്ടത് അത് പ്രത്യേക മാർഗത്തിലൂടെ മാത്രമേ പഠിച്ചാൽ മനസ്സിലാകൂ എന്നുള്ള വിധത്തിലല്ല. ബൈബിൾ മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേക മാർഗം സ്വീകരിക്കണമെന്ന് ബൈബിളിൽ അനുശാസിക്കുന്നില്ല. സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് എഴുതിയത്. പരിഭാഷപ്പെടുത്തി നമ്മുടെ ഭാഷകൾ ഇത് ലഭിച്ചിരിക്കുന്നു. സാധാരണയുള്ള കഴിവുകളുള്ള ഏത് മനുഷ്യനും, വിദ്യാഭ്യാസം, അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ കഴിവുള്ള, ചിന്തിക്കാൻ കഴിവുള്ള, സുബോധമുള്ള ഏത് മനുഷ്യനും ദൈവവചനത്തിലെ സന്ദേശം ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ കുത്തിവരച്ച സ്ലേറ്റിൽ വരയ്ക്കാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ തുറന്ന ഹൃദയത്തോടെ ദൈവഹിതം അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി വേണം കടന്നു വരാൻ. വളരെ പരിജ്ഞാന ശ്രേഷ്ഠതയോ ഉത്കൃഷ്ട ബുദ്ധിയോ വലിയ പാണ്ഡിത്യമോ ഒന്നും ഒരു മനുഷ്യൻ്റെ രക്ഷയ്ക്ക് അടിസ്ഥാനപരമായി ആവശ്യമായ ലളിതമായ കൽപ്പനകൾ മനസ്സിലാക്കുവാൻ വലിയ ഉത്കൃഷ്ട ബുദ്ധിയൊന്നും വേണ്ട, വലിയ ജീനിയസ് ആകുമൊന്നും വേണ്ട. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തിയത് ലളിതമായ കാര്യമല്ല. അങ്ങനെ എല്ലാവരും ഉത്കൃഷ്ട ബുദ്ധിയും വലിയ പരിജ്ഞാന ശ്രേഷ്ഠതയും എന്നുള്ളവരല്ല, സാധാരണ മനുഷ്യരാണ്. കർത്താവ് സംസാരിച്ച് സാധാരണ മനുഷ്യരോടാണ്. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ല അത് നമുക്ക് പ്രത്യേകമായ പഠനമുണ്ടെങ്കിലേ, പരിജ്ഞാന ശ്രേഷ്ഠത ഉത്കൃഷ്ടമായിട്ടുള്ളൊരു കഴിവുണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമുള്ളതല്ല. ഏത് നവശിഷ്യനും, കർത്താവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഏത് നവശിഷ്യനും, പുതുതായി വരുന്ന ശിഷ്യനും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് വചനത്തിലുള്ളത്. ദൈവവചനത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇതാര് കണ്ടെത്തുമെന്ന് നോക്കട്ടെ. ഈ പലപ്പോഴും കുട്ടികൾ കളിക്കുമ്പോൾ ചില കാര്യങ്ങൾ പലയിടത്ത് ഒളിച്ചു വെച്ചിട്ട് അത് പോയി കണ്ടെത്താൻ പറയും. എന്നതുപോലെ ദൈവം ഒരു വിനോദമല്ല ദൈവത്തിനിത്. ദൈവത്തിൽ പറയുന്ന ചില രഹസ്യങ്ങൾ ആര് കണ്ടെത്തും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയല്ല ദൈവം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായ കാര്യങ്ങൾ ലളിതമായിട്ട് തന്നെയായിരിക്കും ദൈവം പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞതും. അപ്പോൾ നമ്മുടെ ഈ പഠനത്തിൽ നമ്മളൊരു പ്രത്യേകമായ ബൈബിൾ പഠന പദ്ധതി എന്ന് നമ്മൾ അവതരിപ്പിക്കുന്നില്ല. നമ്മളൊരു ചെറിയ മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. ബൈബിൾ ലളിതമായുള്ള നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങുന്ന മാർഗനിർദ്ദേശങ്ങൾ എല്ലാവർക്കും എല്ലാ ദിവസവും എല്ലാ ദൈവമക്കൾക്കും വിദ്യാർത്ഥികൾക്കും പഠിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നാമനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആലോചനകൾ. ദൈവം ഒരിക്കലും തൻ്റെ ഹിതം ആശയവിനിമയം ചെയ്യുമ്പോൾ, ദൈവം തൻ്റെ ഇഷ്ടം നമ്മെ അറിയിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് എന്ന അർത്ഥത്തിലല്ല. ചില ഭാഗങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, പത്രോസ് ലേഖനത്തിലുള്ളതുപോലെ. ചില ഭാഗങ്ങളിൽ കുറച്ച് ആത്മീക വളർച്ച വേണ്ടി വരും. പെട്ടെന്ന് ആദ്യത്തെ വായനയിൽ കർത്താവിലേക്ക് കടന്നു വന്ന ഉടൻ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. നല്ല അനുഭവ പരിചയം വേണം വചനവുമായി. ശിശുക്കൾക്കുള്ളത് വേറെ, മുതിർന്നവർക്കുള്ള ആഹാരം വേറെ എന്നതുപോലെ. അപ്പോൾ നമ്മുടെ അടിസ്ഥാന രക്ഷയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സത്യങ്ങൾ, അതിൽ പക്ഷേ ആശയക്കുഴപ്പമില്ല, അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നാം വളരെ ലളിതമായ തരത്തിലുള്ള ഈ ഒരു മാർഗമാണ് നമ്മൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏത് വിഷയം പഠിക്കുവാനും നമുക്കതിനുള്ള താല്പര്യം വർദ്ധിച്ചു വരണം, താല്പര്യം ഉണർത്തുന്ന ആഗ്രഹമുണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റൂ.
ഈ താല്പര്യമില്ലെങ്കിൽ, മോട്ടിവേഷൻ അതില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ദൈവവചനം പഠിക്കാനും ഇത് വളരെ ആവശ്യമാണ്. ദൈവവചനം പഠിക്കാൻ അതിനുവേണ്ടി ദാഹിക്കുകയും വിശക്കുകയും വേണം. വചനം പഠിക്കണം. ഇന്നെനിക്ക് ദൈവവചനം കേൾക്കണം, ദൈവത്തിൻ്റെ ആലോചന ഇന്നെനിക്ക് കേൾക്കണം എന്നൊരു ആഗ്രഹമുള്ളവർ എൻ്റെ സമയം കണ്ടെത്തും. ഈ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് സമയം കണ്ടെത്താത്തത്. ലോകത്തിൽ വലിയ തിരക്കുള്ള ലോക നേതാക്കന്മാർ 3-4 മണിക്കൂർ മാത്രം ഉറങ്ങുന്നവർ, അവർ ബൈബിൾ വായിക്കാൻ തീരുമാനിച്ച് അവർ ബൈബിൾ വായിക്കാനേ ചെയ്യും. 4 മണിക്കൂറേ ഉറക്കുന്നുള്ളൂ. മുഴുവൻ ഉത്തരവാദിത്തമാണ്. ഇത് ആഗ്രഹമാണ്. ഈ ആഗ്രഹം യഥാർത്ഥമായിട്ടുള്ളവർ വചനത്തിന് സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. എനിക്ക് സമയമില്ല, അത് ഒരു ഒഴികഴിവാണ്, എക്സ്ക്യൂസാണ്. ദൈവവചനം പഠിക്കാനുള്ള അവസരമുണ്ടായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നത് എക്സ്ക്യൂസാണ്, ആഗ്രഹമില്ല. ഇപ്പം ദൈവവചനം പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കണം, വിശക്കണം, ദാഹിക്കണം. ഈ ശരിയായിട്ടുള്ള ഈ പ്രേരക ഘടകം, നമ്മളെ ഒരു കാര്യം ചെയ്യാൻ സഹായിക്കുന്ന പ്രേരക ഘടകം അതില്ലെങ്കിൽ നമുക്ക് ശരിയായ വചനം ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. വചനം ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ പാഠം 1, 1-ാമത്തെ അധ്യായം, ഈ ബൈബിൾ വ്യാഖ്യാനം എന്ന പ്രധാനപ്പെട്ടൊരു വിഷയം, അതിൽ 1-ാമത്തെ അധ്യായം ദൈവവചന പഠനത്തിൻ്റെ ആവശ്യകത. ദൈവവചന പഠനത്തിൻ്റെ ആവശ്യം, ഇത് വളരെ അടിസ്ഥാന വിഷയങ്ങളാണ്. ഒരു വ്യക്തി ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, പൊതുവായ രീതിയിൽ നമ്മൾ ആദ്യ വാക്ക് ഉപയോഗിക്കുകയാണ്, ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തന്നെ സ്ഥാപിച്ചിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, നടത്തിപ്പ് ഈ വിശുദ്ധ പുസ്തകത്തിലൂടെയാണ് എന്നുള്ളത് വ്യക്തി സമ്മതിക്കുകയാണ്. അതുകൊണ്ടാണ് വ്യക്തി ഞാനൊരു ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്നത്. എല്ലാം മനസ്സിലാക്കിയിട്ടാണെന്നല്ല ക്രിസ്ത്യാനി എന്ന അവകാശവാദം. എങ്കിലും താൻ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ താൻ തന്നെ കൊണ്ടിരുത്തുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, എൻ്റെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നയിക്കപ്പെടുന്നത് ഈ പുസ്തകത്തിലൂടെയാണ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളിലൂടെയാണ് എന്ന നിലയിൽ ആ വ്യക്തി വന്ന് നിൽക്കുകയാണ്. ഇതാണ് വ്യക്തി ഒരു വിധത്തിൽ പറയേണ്ടത്. എന്നെ നയിക്കുന്നത് വചനമാണ്. എൻ്റെ ശരീരത്തിലോടുന്ന രക്തം ഒരു വ്യക്തി പറഞ്ഞ പോലെ ബിബ്ലീനാണ്, ദൈവവചനമാണ്. എൻ്റെ നോട്ടം വചനത്തിലൂടെയാണ്, എൻ്റെ ചിന്ത വചനപ്രകാരമാണ്, എൻ്റെ തീരുമാനങ്ങൾ വചനപ്രകാരമാണ്. ദൈവവചനപ്രകാരം ഞാൻ നയിക്കപ്പെടുകയാണ്. എൻ്റെ കാലിൻ്റെ ദീപവും പാതയ്ക്ക് പ്രകാശമായ വചനം. എന്തുകൊണ്ടെന്നാൽ ക്രിസ്ത്യാനിത്വം ഉത്ഭവിച്ചത് കർത്താവ് യേശുവിനെ ചുറ്റിപ്പറ്റിയാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് ദൈവവചനം. ഈ പുസ്തകം നമുക്ക് ആ ക്രിസ്തു ആരെന്ന് കാണിച്ചു തരുന്നു. ക്രിസ്ത്യാനിത്വം ക്രിസ്തുവിൻ്റെതാണ്, ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടതാണ്, ക്രിസ്തുവിൻ്റെ അനുയായികളാണ്. പക്ഷേ ആ ക്രിസ്തു ആരെന്നുള്ളത് പഴയമം പുതിയമാകുന്ന ഈ പുസ്തകത്തിലൂടെ പഴയമത്തിൽ ക്രിസ്തു വരുന്നതിനെക്കുറിച്ചും പുതിയമത്തിൽ ക്രിസ്തു വന്നതിന് ശേഷവും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളുമൊക്കെ അവതരിപ്പിക്കുന്നു. ഇപ്പം ക്രിസ്ത്യാനിത്വത്തെ താങ്ങി നിർത്തുന്നത് ബൈബിളാണ്. അപ്പോൾ ഒരു വ്യക്തി ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുമ്പോൾ ആ വ്യക്തി വചനവുമായി ബന്ധപ്പെട്ട ആളായിരിക്കണം. ദൈവവചനവുമായി ബന്ധമില്ലാത്തൊരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ ആ വ്യക്തി ഒരിക്കലും ക്രിസ്ത്യാനിയല്ല. ഒരു വ്യക്തി വചനത്തെ അവഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വ്യക്തി തൻ്റെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തെ തള്ളിക്കളഞ്ഞിട്ട് മറ്റെന്തിലോ ആണ്. ചിലപ്പോൾ ചില വ്യക്തികളിലാകാം, തൻ്റെ വികാരങ്ങളിലാകാം, മാനുഷികമായ ആചാരങ്ങളിലാകാം, മറ്റേതെങ്കിലും ഒന്നിൽ തന്നെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. വചനം തള്ളിക്കളഞ്ഞു. താൻ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴും വചനത്തെ തള്ളിക്കളഞ്ഞു. തൻ്റെ വിശ്വാസം ഇപ്പോൾ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന വേറെ എവിടെയോ ആണ്. അങ്ങനെയുള്ള അടിസ്ഥാനങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. താൻ ആശ്രയിച്ച മനുഷ്യൻ ശരിയായ മനുഷ്യനെന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാകും. താൻ ആശ്രയിച്ചതായ ആചാരങ്ങൾ തെറ്റാണെന്ന് പിന്നീട് മനസ്സിലാകും. ഇപ്പോൾ ഓരോരുത്തരും വചനത്തെ വിട്ട് കളഞ്ഞിട്ട് മറ്റു പലതിൽ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ അത് മണലിൽ പണിതിന് തുല്യമാണ്. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട വിശ്വാസത്തിൽ നിന്ന് പിന്നോക്കം പോയി ആചാരത്തിൽ അടിസ്ഥാനപ്പെട്ടതായ ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി ഒരിക്കലും ദൈവവചനപ്രകാരമുള്ള വിശ്വാസി എന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. ദൈവനെ വെളിപ്പെടുത്തിയ വിശ്വാസം പിൻപറ്റുന്ന വ്യക്തിയെന്ന് വചനത്തെ തള്ളിക്കളഞ്ഞ ഒരാൾക്ക് അവകാശപ്പെടാൻ യോഗ്യതയില്ല. യൂദയുടെ ലേഖനം ഒരു അധ്യായം മാത്രമുള്ളൊരു ചെറിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. ആ ലേഖനത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന യൂദ കൊടുത്തു. യൂദ പറഞ്ഞത്,
പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, ഈ വിശ്വാസം വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്, വചനപ്രകാരമുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി ഒരു പക്ഷേ തൻ്റെ വിചാരങ്ങളും വികാരങ്ങളും ആചാരങ്ങളിലുമൊക്കെ അതിനെ പിൻപറ്റി ജീവിച്ച വ്യക്തി നിരാശയിൽ വന്ന് വീഴുമ്പോൾ അവൻ്റെ മുമ്പിലുള്ളത് വചനമാണ്. അവൻ വചനത്തിലേക്ക് വന്നാൽ മതി. അവൻ്റെ നിരാശകളും തളർച്ചകളും എല്ലാം മാറും. അവൻ നേരിടുന്ന ശൂന്യത മാറും. ദൈവവചനം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരും നമ്മുടെ സകല ചോദ്യങ്ങളുടെ ഉത്തരം. നമ്മൾ ആകുലപ്പെടുന്ന അസ്വസ്ഥരാകുന്ന പല ചോദ്യങ്ങളുടെ ഉത്തരം വചനത്തിൽ വെളിപ്പെടുത്തും ദൈവം. അതുകൊണ്ട് തന്നെയാണ് വചനത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. ഇത് കുറച്ച് എളുപ്പമൊന്ന് വിശദീകരിക്കാം. ദൈവവചന പഠനത്തിൻ്റെ ആവശ്യം, വചന പഠനത്തിൻ്റെ ആവശ്യം. ഈ ലോകം എത്ര നല്ല സ്ഥലമായിരുന്നേനെ. ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവവചനം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ജീവിക്കാൻ എത്ര സുന്ദരമായ അനുഗ്രഹീതമായ ഒരിടമായിരുന്നേനെ. ശരിയാണ്, നിത്യതയിലേക്ക് നമ്മൾ മാറും. എങ്കിലും തൽക്കാലത്തേക്ക് വസിക്കുന്ന ഭൂമിയിലെ വാസം അനുഗ്രഹമായേനെ. എല്ലാവരും ദൈവവചനം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ മതലോകം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാകും. ദൈവഹിതം എന്തെന്ന് മനുഷ്യർ മനസ്സിലാക്കി ജീവിച്ചിരുന്നെങ്കിൽ. അതിന് പക്ഷേ ശത്രു അനുവദിക്കാതെ അവൻ മനുഷ്യനിർമ്മിതങ്ങളായ അനവധി മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരീശ്വരവാദങ്ങളും തത്വചിന്തകളും തുടങ്ങി ശാസ്ത്രത്തെ ഉപയോഗിച്ചും ചരിത്രത്തെ ഉപയോഗിച്ചും മനുഷ്യൻ്റെ മനസ്സിനെ മലിനപ്പെടുത്തിക്കൊണ്ട് ദൈവവചനത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നൊരു വലിയ പ്രവർത്തനം നമ്മുടെ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പകരം ഒരു പക്ഷേ ഈ ലോകത്തിലുള്ള 800 കോടി ജനങ്ങൾക്ക് 750 കോടി ജനങ്ങൾക്കും ദൈവവചന പരിജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ, എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിച്ച് ദൈവവചനം പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ ഒരു യുദ്ധവും ഉണ്ടാകില്ല, ഒരു കോലാഹലം ഉണ്ടാകില്ല, ഒരു അപകടങ്ങളുമില്ല. ദൈവവചനം ശരിയായ ജീവിതത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് വരാതിരിക്കാനാണ് സാധാരണ പ്രവൃത്തി. ഇന്ന് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ ഒരു സർവ്വെ നടത്തി നോക്കണം. 99-100 പേരുള്ള ഒരു സഭയാണെങ്കിൽ പോലും 98-97 പേർക്കും വചന പഠനത്തോട് താല്പര്യം കാണില്ല, ഒട്ടും താല്പര്യം കാണില്ല. എന്നിട്ട് എല്ലാ പരാതികളും അവർ ഉന്നയിക്കുകയും ചെയ്യും ദൈവത്തോട്. ഇപ്പം ദൈവവചനം പഠിക്കണം. അവസരമില്ലാഞ്ഞിട്ടല്ല ഇന്നത്തെ കാലത്ത്. ഇത് അവസരമില്ലാത്ത കാലത്ത് ദൈവത്തിൻ്റെ മക്കൾ, വിശ്വസ്തന്മാർ, ഭക്തന്മാർ ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിച്ചു. അപ്പോൾ ഇന്നത്തെ ലോകത്തിലെ ആശയക്കുഴപ്പം മാറും ദൈവത്തെ വചനം ശരിയായി മനസ്സിലാക്കി. ആ ശരിയായി എന്നുള്ള പ്രയോഗം വളരെ പ്രധാനമാണ്. പലരും ബൈബിൾ പലതരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ശരിയായ വിധത്തിൽ ദൈവവചന പരിജ്ഞാനം പ്രാപിച്ചാൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ശരിയായി പ്രാപിച്ചാൽ ജീവിതം ക്രമീകരിക്കപ്പെടും. നാം ഇന്ന് ജീവിക്കുന്നത് ധാർമ്മികമായി ആശയക്കുഴപ്പം നിറഞ്ഞ ലോകത്തിലാണ്. പത്രോസിൻ്റെ ഭാഷയിൽ നമ്മുടെ ഇന്നത്തെ കാലത്തിന് സമാനമായൊരു കാലഘട്ടമാണ്. അപ്പോസ്തലരുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ 40-ാം വാക്യത്തിൽ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയാണ്: അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. വക്രതയുള്ള തലമുറ നമ്മുടെ തലമുറയാണ്. നമ്മുടെ തലമുറയ്ക്ക് സമാനമാണ് അതും. അതുതന്നെയാണ് ഇന്നത്തെ നമ്മുടെ തലമുറയും. വക്രം നിറഞ്ഞ സമൂഹമാണ്. കുറ്റകൃത്യങ്ങളും വിപ്ലവങ്ങളും സാഹസികതകളും എല്ലാം നിറഞ്ഞ ലോകം. പക്ഷെ ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയ ഒരു ജനം എവിടെയോ ഉണ്ട്. ആത്മാർത്ഥതയും പരമാർത്ഥതയോടുകൂടി ഉത്തരങ്ങൾ തേടുന്നൊരു ചെറിയ ജനം. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഭൂമി ഉണ്ടാകുമായിരുന്നില്ല, ഭൂമി ഇപ്പോൾ കാണുമായിരുന്നില്ല. ഈ ഭൂമിയുടെ നടുവിൽ ചെറിയ ജനമുണ്ട്. ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്നവരാകാം, പക്ഷെ അവരവിടെ ഉണ്ട്. മതപരമായ ലോകത്തിലേക്ക് നോക്കിക്കേ. ആശയക്കുഴപ്പം, അന്തഛിദ്രം, കലഹം, തെരുവിൽ യുദ്ധം, മതത്തിൻ്റെ പേരിൽ. അവരെ വാഴുന്നതോ ഭയം, കുറ്റബോധം, അന്ധവിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ. അനേക വിശ്വാസഗോളങ്ങളിലുള്ള ഒരു ചെറിയ വിരലെണ്ണാവുന്നത് പോലെ തന്നെ ഒരു കുറച്ച് പേര് ഇപ്പോഴും തേടുകയാണ് അന്വേഷണം, ഉത്തരങ്ങൾ. ഈ മതപരമായ അന്തഛിദ്രത്വത്തിൻ്റെയും കോലാഹലത്തിൽ നിന്ന്, ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം,
അവരകപ്പെട്ടു പോയി പലരും പലയിടത്തും. പലതിൻ്റെ അടിമകളായി തീർന്നു. വർഷങ്ങളായി അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭർത്താവ് പോയി, പിന്നെ ഭാര്യയെ കൊണ്ടുപോയി, അല്ലെങ്കിൽ മിക്കവാറും ഭാര്യ പോവും, ഭർത്താവിനെയും കുട്ടികളെ കൊണ്ടുപോകും. വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഭർത്താവും കുട്ടികളും പോകും. എന്നാലും ചിലരുടെ ഉള്ളിൽ, വളരെ കുറച്ച് പേരുടെ ഉള്ളിൽ ഉത്തരം കിട്ടാതെ കിടക്കുകയാണ്. ഭയമാണ്, അന്ധവിശ്വാസമാണ്. ഇപ്പം ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. ദൈവ വെളിപാടായ വചനത്തെ ശരിയായ തരത്തിൽ സമീപിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക. അതിനാണ് ദൈവം വചനം തന്നത്. ഇത് 2 പുസ്തകവും 30 പുസ്തകവും തന്നില്ല. ഒരു പുസ്തകം, ദ ബുക്ക്, ബൈബിൾ, ആ ഏക പുസ്തകം, തൻ്റെ വെളിപാട്. അപ്പം നമുക്ക് ഉറപ്പും നിശ്ചയം വേണം ദൈവവചനത്തിൽ ഉത്തരമുണ്ടെന്ന്. എങ്കിലും അതിലേക്ക് വരികയുള്ളൂ. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ഒരിടത്തുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും. അതുകൊണ്ടാണ് ഈ പ്രചോദനം വേണ്ടത്, പ്രേരകം ഉണ്ടാകേണ്ടത്. എനിക്ക് ബോധ്യം വേണം എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ഉത്തരം വചനത്തിലുണ്ട്. അവർ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്ന പോലെ നമുക്ക് അനുഭവം ഉണ്ടാകും. എന്താണ് ഫിലിപ്പ് ലേഖനം 4:7 പൗലോസ് പറഞ്ഞത്? പൗലോസ് അവിടെ പറഞ്ഞത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. മാനുഷികമായ എല്ലാ അറിവുകൾക്കും അപ്പുറമായി നിൽക്കുന്ന ദൈവസമാധാനം, ദൈവത്തിലുള്ള നിരപ്പ്, കൃപയിലുള്ള നിൽപ്പ്, ദൈവസ്നേഹത്തിൻ്റെ ബോധ്യം, ഇതൊക്കെ നമുക്ക് ലഭിക്കും. ഇപ്പം നാം ഈ ജീവിക്കുന്ന ലോകത്തിൽ രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും അന്തഛിദ്രവും സംഘടനവും കലഹവും നിറഞ്ഞ സ്ഥലമാണ്. അനേകം ആൾക്കാർ ജീവിക്കുന്നത് അധാർമിക ജീവിതത്തിലാണ്, ദുർനടപ്പിൻ്റെ ജീവിതത്തിലാണ്, ചിലരുടെ പ്രവൃത്തിയിൽ, ചിലരുടെ ചിന്തയിൽ. അങ്ങനെ നമ്മെ മലിനമാക്കാനുള്ള സംവിധാനങ്ങളാണ് ഇന്ന് സാത്താൻ നമ്മുടെ കൈകളിൽ തന്നെ എത്തിച്ചിരിക്കുന്നത്. എല്ലായിടത്തും മലിനതയാണ്. ചിന്തകളിൽ മലിനത, പ്രവൃത്തിയിൽ മലിനത, മദ്യപാനത്തിൻ്റെ ആസക്തി, ദുർനടപ്പ്, വഞ്ചന, മത്സരം, എല്ലായിടത്തും ഇന്ന് നമുക്ക് കാണാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, അവരുടെ അവസ്ഥ നമ്മൾ കാണുമ്പോൾ അവരെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ടാകും. നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിക്കണം. അതിന് സത്യം അന്വേഷിക്കുന്നവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. കാരണം അവർക്ക് സമാധാനവും സംതൃപ്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അധികാരത്തിനുവേണ്ട മത്സരങ്ങൾ നടക്കുന്ന ലോകം, അധികാരത്തിനുള്ളതായ സകലവിധമായിട്ടുള്ള അഭ്യാസങ്ങളും സംഘടനകളും നിറഞ്ഞ ലോകത്തിൽ ചിലർ തേടുകയാണ് ഉത്തരങ്ങൾ. രാഷ്ട്രീയമായ അസ്ഥിരത, യുദ്ധങ്ങൾ, ഇത് നിറഞ്ഞ ലോകത്തിൽ നിർവൃതിയും ശാന്തിയും പ്രശാന്തതയും ഏകാന്തതയും തേടുന്ന എത്ര പേർ, അനേകരുണ്ട്. ബൈബിളിൽ ഇതിനെല്ലാം ഉത്തരം തരും. ഇതിലെല്ലാം ഉത്തരമുണ്ട്. ഇത് നമ്മൾ അറിയേണ്ട സകല കാര്യങ്ങളും വചനത്തിലുണ്ട്. നമുക്ക് മനസ്സിന് സമാധാനം തരും, പ്രശാന്തത തരും, നമുക്ക് നിർവൃതി തരും, നമ്മുടെ ആത്മാവിന് ആശ്വാസം കിട്ടും. ഇത് തന്നെയായിരിക്കണം ഒരു കാരണം വചനത്തിലേക്ക് ഓടി വരാൻ, വചനം പഠിക്കാൻ. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യന് വചനം ആവശ്യമാണ്. അവനോടാണ് ദൈവം സംസാരിക്കുന്നത്. അവന് വേണ്ടിയാണ് വചനം. അത് ഷെൽഫിൽ വെക്കാനല്ല, ഈ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനല്ല. വായിക്കണം, അറിയണം, അതിനെ അന്വേഷിക്കണം, ആഗ്രഹിക്കണം. യാക്കോബ് തൻ്റെ ലേഖനത്തിലെ വാക്യങ്ങൾ പറയാം. ഒരു സമയം നമ്മൾ എടുത്താലും ഇത് മനസ്സിലാക്കി പോകണം. അത് അടിസ്ഥാനമാണ്. ക്രിസ്തു ഉപമ പഠിപ്പിച്ചപ്പോൾ വിത്തിനെക്കുറിച്ച് പറഞ്ഞ പോലെ ഈ ഉപമ ഗ്രഹിക്കാഞ്ഞാൽ മറ്റു ഉപമകൾ എങ്ങനെ ഗ്രഹിക്കും? ദൈവത്തിനെ എങ്ങനെ പഠിക്കണമെന്നുള്ള ആ ഉപമ നമ്മൾ പഠിക്കാതെ, ആ സത്യം പഠിക്കാതെ വചനം പഠിച്ചിട്ടെന്താ കാര്യം? പഠനം ശരിയല്ല. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യാക്കോബ് പറഞ്ഞു, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. വചനത്തിന് ശക്തിയുണ്ട്, അതിനെ സംശയിക്കരുത്. പ്രശ്നം നമ്മുടെ ഹൃദയമാണ്. വചനത്തിന് എല്ലാ ശക്തിയുണ്ട്. ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള വചനം. പക്ഷെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, അന്വേഷിക്കണം. പത്രോസ് ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? യാക്കോബിൻ്റെ പുസ്തകത്തിന് ശേഷം വരുന്ന പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പത്രോസ് പറഞ്ഞ ഇപ്രകാരമാണ്, എന്നാൽ സത്യമനുസരിക്കാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജ്യമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കുകയുണ്ട്. ഹൃദയപൂർവ്വം അന്യോന്യത്തെ സ്നേഹിപ്പിൻ. ആത്മാക്കൾ നിർമ്മലീകരിക്കപ്പെടണം. ആത്മാവിൽ കപടമില്ലാത്ത അവസ്ഥ വരണം.
അതിന് സത്യം, വചനം അനുസരിക്കണം. പഴയമത്തിലെ ഒരു സങ്കീർത്തനമായ 19 സങ്കീർത്തനം, ആ 19 സങ്കീർത്തനത്തിലെ 7 മുതൽ 11 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വിവിധ വിശേഷണങ്ങൾ അവിടെയുണ്ട്. വചനം എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് കാണും. ഒരു മനുഷ്യനിൽ ദൈവനം പ്രവർത്തിക്കുന്ന വിധങ്ങൾ അവിടെ പറയും. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ. പൊന്നിനും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാണ് ദൈവവചനം. തേനിലും തേൻകട്ടയിലും മധുരമുള്ളത്, പക്ഷെ അതിന് രുചിക്കണം. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. ഇതാണ് വചനം. നമുക്ക് തുടരാം അടുത്ത പഠനത്തിൽ. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് പ്രോത്സാഹനമുണ്ടോ? നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ വചനം പഠിക്കാൻ? നമുക്ക് വചനം ശരിക്കും മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാക്കാത്തതല്ല ഈ പുസ്തകം. നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ തന്ന പുസ്തകമല്ല ദൈവത്തിൻ്റെ വിശുദ്ധ വചനം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പ്രശ്നം നമുക്ക് താല്പര്യമില്ല. നമുക്ക് മറ്റെല്ലാത്തിനും താല്പര്യമുണ്ട്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമെന്ന് പറഞ്ഞു, പൊന്നിനേക്കാളും തങ്കത്തേക്കാളും ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ആഗ്രഹം വചനത്തിനല്ല, ദൈവത്തെ അറിയാനോ ദൈവത്തെ ഗ്രഹിക്കാനോ അല്ല. ദൈവം വ്യക്തമായ യിരെമ്യാവിലൂടെ പറഞ്ഞു, ബലവാൻ തൻ്റെ ബലത്തിലും ധനവാൻ തൻ്റെ തലത്തിലും പ്രശംസിക്കരുത്, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തെ പ്രശംസിക്കരുത്. നമുക്ക് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, എനിക്ക് വിശുദ്ധ വചനം അറിയാം, ദൈവവചനം അറിയാം. ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും വിശക്കുകയും ദാഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. എൻ്റെ ജീവിതം ദൈവം നടത്തുന്നു. നാം സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? വചന പരിജ്ഞാനമില്ലാതെ ആരും സ്വർഗത്തിൽ പോവില്ല. സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് തന്നിട്ട് തരാത്ത കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട. നമുക്ക് വെളിപ്പെടുത്തി തന്നത് മനസ്സിലാക്കാനും പഠിക്കാനും അന്വേഷിക്കാനും അതിനെ ജീവിക്കാനും ജീവിതം ക്രമീകരിക്കാനും തയ്യാറാകാതെ ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എന്തുറപ്പിലാണ്? ഭയപ്പെടുത്താനല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ കിടക്കുന്ന കട്ടിലിൽ പിടിച്ച് കുലുക്കുന്ന പോലെ ദൈവം ഒന്ന് കുലുക്കി നോക്കുകയാണ്, തൂക്കി നോക്കുകയാണ്. നമുക്ക് എന്ത് ജ്ഞാനം പരിജ്ഞാനമാണ് ഉള്ളത്? ദൈവത്തിന് നമ്മൾ എന്ത് ശ്രദ്ധയാണ് കൊടുക്കുന്നത്? നമുക്ക് യഥാർത്ഥ ആഗ്രഹം വചനത്തോടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആത്മീയ വളർച്ചയുണ്ടാകും. നമ്മുടെ ഹൃദയത്തിലെ പ്രശാന്തത, സമാധാനം, പ്രക്ഷുബ്ധമായ ലോകത്തിൽ ആശയക്കുഴപ്പത്തിൻ്റെയും അന്തഛിദ്രത്തിൻ്റെയും അസ്വസ്ഥതയുടെയും ഈ ലോകത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ശാന്തി ഉണ്ടാകും. ദൈവം സഹായിക്കേണ്ട. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.